ഹലോ ഗൈസ്, നാസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് യൂസി കോളേജിന്റെ അടുത്താണ് നിൽക്കുന്നത്. ആലുവ യൂസി കോളേജിന്റെ അടുത്ത് പുത്തനൊരു അടിപൊളി വീട് നിങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീടിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. വിശാലമായൊരു മുറ്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് നമുക്ക് വരുന്നുണ്ട്. വലിയൊരു വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. സെക്കൻഡറി ആയിട്ടുള്ളൊരു വാഹനം നമുക്ക് ഈ ഒരു ഓപ്പൺ സ്പേസിലും പാർക്ക് ചെയ്യാവുന്നതാണ്. 7.5 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് 4 ബെഡ്റൂമുകളാണ് വരുന്നത്. വിശാലമായ ഒരു വരാന്ത നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വിശാലമായൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നത്. ഇതൊരു പ്രൈമറി ലിവിങ് ഏരിയ ആണ്. ഈ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് സെക്കൻഡറി ലിവിങ് ഏരിയയും വരുന്നുണ്ട്. ആ സെക്കൻഡറി ലിവിങ് ഏരിയയിലാണ് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ സെക്കൻഡറി ലിവിങ് ഏരിയയിൽ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് വിസിറ്റേഴ്സ് വരുമ്പോൾ ഈ ഒരു സെക്ഷനിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ ഇരുന്നിട്ട് നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും TV കാണാവുന്ന രീതിയിൽ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ TV ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ചേർന്നതിനുള്ള വിശാലമായ വാഷ് ബേസിൻ യൂണിറ്റും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സീലിംഗ് വർക്കെല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് നമുക്കൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കബോർഡ് വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു വർക്ക് സ്റ്റേഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഓഫീസ് പർപ്പസിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ ആണെങ്കിലും ഫാൻ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നല്ല പ്രീമിയം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു വാഷ് ബേസിൻ യൂണിറ്റിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെറ്റിങ്സ് വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 12-15 പേർക്ക് ഇരിക്കാവുന്ന അത്ര വലിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടാൽ പോലും നമുക്ക് ചുറ്റും പാസേജ് എല്ലാം സൗകര്യപ്രദം ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് കിച്ചൺ വരുന്നുണ്ട്. കിച്ചണിലേക്ക് കടക്കുമ്പോൾ തന്നെ കിച്ചണിൻ്റെ ഡിസൈൻ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി പർപ്പസിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ പോലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അപ്പുറത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റിങ് കാണാൻ പറ്റും. ഈ ഏരിയയിലായിട്ട് കബോർഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയ വരുന്നത്. ഇതാണ് വർക്ക് ഏരിയ നല്ല വിശാലമായ വർക്ക് ഏരിയ ഉണ്ട് വരുന്നത്. ഇത്രയും സ്പേസ് വരുന്നുണ്ട് നമുക്ക് വർക്ക് ഏരിയ. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാം. നമ്മുടെ ഹാൻഡ് റെയിൽസ് എല്ലാം ചെയ്തിരിക്കുന്നത് വുഡനാണ് കേട്ടോ. പക്ക വുഡൻ ഹാൻഡ് റെയിൽസിൻ്റെ ഉള്ളിൽ ടഫൺ ഗ്ലാസ് കൊടുത്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹാൻഡ് റെയിൽസും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലേക്ക് കയറി വരുമ്പോൾ തന്നെ വിശാലമായിട്ടൊരു സെക്കൻഡറി ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സെക്കൻഡറി ലിവിങ് ഏരിയയാണ്. നമുക്കിവിടെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. കബോർഡ് വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നിങ്ങൾ കാണുന്നത്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെയും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി വരുന്നു. കബോർഡ് വർക്ക്സും ഫിനിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ബാൽക്കണിയും അവൈലബിൾ ആണ്. ഈ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാൽക്കണിയും യൂസ് ചെയ്യാൻ പറ്റും. 2 ബെഡ്റൂമും അതുപോലെ തന്നെ വിശാലമായൊരു ലിവിങ് ഏരിയയും കൂടാണ്ട് തന്നെ വേറൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ മുകളിലത്തെ നിലയിൽ വരുന്നുണ്ട്. അത് വിത്ത് ബാൽക്കണി ആണ് കേട്ടോ. ഇതണ്ട ബാൽക്കണി, വിശാലമായ ബാൽക്കണിയാണ്. ഇത്രയും വലിയ ബാൽക്കണി നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ വീട്ടിലെ ലേഡീസിനെല്ലാം പറ്റുന്ന മെയിൻ സംഭവം. അവരുടെ മെയിൻ വർക്ക് ഏരിയ. അലക്കാനും ഉണക്കാനൊക്കെ ആയിട്ട് വിശാലമായ സ്ഥലം. ഇന്ന് തുണിയിട്ടിട്ട് 2 ദിവസം കഴിയുമ്പോൾ എടുത്താലും മതി, കുഴപ്പമില്ല. അത്രയും വിശാലമായൊരു അലക്കാനും ഉണക്കാനുള്ളൊരു സ്ഥലം. ഫുൾ ഡ്രസ് വർക്ക് ചെയ്ത് കവേർഡ് ആയിട്ട് ടൈലിട്ട് നല്ല സെറ്റാക്കിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് സ്ത്രീകളുടെ മനസ്സറിഞ്ഞ് ഉള്ളൊരു കൺസ്ട്രക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് മുകളിലേക്കുള്ളൊരു എൻട്രൻസും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 7 സെൻറ്റിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് അവർ ചോദിക്കുന്ന വില വെറും 1.4 CR ആണ്. അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത്രയും സെറ്റപ്പും സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനും പ്രോപ്പർട്ടി ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാനും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ പുതിയ വീടുകളുടെയും പ്ലോട്ടുകളുടെയും എല്ലാം വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക്